ഹായ്, ഞാൻ തെസ്നി ബഷീർ. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സുഖമാണല്ലോ അല്ലേ? കുറേ ആയി ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ മറന്നിട്ടുണ്ടോ? ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനിത് എന്താ ഇപ്പോൾ ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് നിലക്കടലയാണ് കേട്ടോ. നിലക്കടലയുടെ തോല് കളയാണ് ഞാനൊരു കോട്ടൺ തുണിയിൽ ഇങ്ങനെ ഇട്ട് കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മിയിട്ട്. ഞാനിത് എന്തിനാ ഇങ്ങനെ ചെയ്തതെന്നറിയോ? ഇപ്പോൾ ഈ മഴക്കാലത്തൊക്കെയാണ് ഒരുപാട് അസുഖങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പോൾ രോഗപ്രതിരോധ ശേഷിക്ക് വേണ്ടിയിട്ട് നല്ലൊരു ലേഹ്യം തയ്യാറാക്കിയാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും തുറന്നാൽ ഒരുപാട് ലേഹ്യങ്ങൾ ഉണ്ടാക്കുന്ന വീഡിയോസ് ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ വീട്ടിലുള്ളവർക്ക് വേണ്ടിയിട്ട് നമുക്കൊരു ലേഹ്യം തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ കുറച്ച് ക്യാരറ്റും ബീറ്റ്റൂട്ടൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറുതായി മുറിച്ച് അതൊന്ന് വേവിച്ചെടുത്തു. തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലൊന്ന് അരച്ചെടുത്തു. ഈ ഉരുളിയിലേക്ക് ഒഴിച്ച് ആദ്യം ക്യാരറ്റിൻ്റെ പ്യൂരി, പിന്നെ ബീട്രൂട്ട് പ്യൂരി ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് നല്ല കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഇത് നന്നായിട്ട് തിളച്ച് വരുന്ന സമയം കൊണ്ട് തൊലി കളഞ്ഞ് മുറിച്ചെടുത്ത ആപ്പിളാണ് ഇട്ടത്. കുരു കളഞ്ഞെടുത്ത ഈത്തപ്പഴം ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വേവിച്ചെടുക്കാം. ഇനി അടുത്തതായിട്ട് ഞാൻ നേരത്തെ തൊലി കളഞ്ഞെടുത്തില്ലേ പീനട്ട്, അത് റോസ്റ്റ് ചെയ്തതാണ്. അതൊരു ബൗൾ എടുത്തിട്ടുണ്ട്. പംകിൻ സീഡ് ഒരു ബൗള്, സൺഫ്ലവർ സീഡ്, പിന്നെ ബദാം, കാഷ്യൂ നട്ട്, ലോട്ടസ് സീഡ്, മക്കാന എന്ന് പറയുമല്ലോ അതാണ്, കറുത്ത എള്ള്, ഇതെല്ലാം കൂടി റോസ്റ്റ് ചെയ്തിട്ടുള്ള പൗഡറാണ് ഇനി ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് പൗഡർ കുറേശ്ശായിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ വേറൊരു കാര്യം പറയട്ടെ. ആപ്പിളും ഈത്തപ്പഴവും ഞാൻ വിചാരിച്ചു നന്നായിട്ടിത് വെന്ത് ഉടഞ്ഞ് വരും, പക്ഷേ അങ്ങനെ ആയില്ല കേട്ടോ. അപ്പോൾ ഞാൻ അതെല്ലാം അതിന്ന് കോരിയെടുത്ത് തണുപ്പിച്ചതിന് ശേഷം മിക്സിയുടെ ജാറിൽ വെള്ളമൊന്നും ചേർക്കാതെ നല്ല പേസ്റ്റ് ആക്കിയെടുത്തു. എന്നിട്ട് വീണ്ടും ചേർത്ത് കൊടുത്തിട്ടാണ് കേട്ടോ ഇതേ രീതിയിലായി കിട്ടിയത്. അപ്പോൾ പൗഡറെല്ലാം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കുറുക്കി നല്ല കട്ടിയായി എന്താ പറയുക ലേഹ്യം പരുവത്തിലാക്കി എടുക്കുക. ഞാനിതിൽ അധികമൊന്നും നെയ്യ് ചേർത്തിട്ടില്ല കേട്ടോ, കുറച്ച് മാത്രം നെയ്യ് ചേർക്കുന്നുള്ളൂ. ഈ ലേഹ്യം തയ്യാറാക്കിക്കൊണ്ടിരിക്കുമ്പോഴേട്ടോ എനിക്കൊരു കാര്യം മനസ്സിലായത്. ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് ലേഹ്യങ്ങൾ തയ്യാറാക്കുന്നത്. അവരൊക്കെ എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടാണ് ഇത് തയ്യാറാക്കുന്നത് എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത് കേട്ടോ. ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുക. ഞാൻ ഒരുപാട് നെയ്യ് ചേർക്കുന്നില്ല, കാരണം വീട്ടിലാർക്കും അങ്ങനെ കൂടുതലായിട്ട് നെയ്യ് കഴിക്കുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കൂടുതലായിട്ട് ചേർക്കാത്തത്. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കൂടുതലായിട്ട് നെയ്യൊന്നും ചേർക്കാത്തത്. പിന്നെ ഒരുപാടങ്ങ് കട്ടിയാക്കി എടുക്കുന്നില്ല. ഏതൊരു വീഡിയോ ചെയ്യുമ്പോഴും ഞാൻ നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും പറയാറുള്ളത് ഇതൊന്ന് ട്രൈ ചെയ്യൂ എന്നല്ലേ. ഇത് ഞാനങ്ങനെ പറയുന്നില്ല കേട്ടോ. ഇത് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് പരിചയമുള്ള ആരുടെ അടുത്തുനിന്നാണോ നല്ല ലേഹ്യം ഇതുപോലെ കിട്ടുക അത് വാങ്ങി കഴിക്കുക. അത്രയും എഫേർട്ടാണ് ഉണ്ടാക്കാൻ.